ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പം ഞാൻ നമ്മുടെ ജനപ്രിയ നായകനായ ദിലീപ് ഏട്ടൻ്റെ പുതിയ ഫിലിമായ പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞ ഫിലിം ഈ ഫ്രൈഡേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പം ഈ ഫ്രൈഡേ ആയിരുന്നു അത് റിലീസ് ഉണ്ടായിട്ടുണ്ടായത്. ഫ്രൈഡേ ഉച്ചയ്ക്ക് തന്നെ ഞാൻ കണ്ടു. ഫിലിം ഞാൻ അത്ര വലിയ പ്രതീക്ഷിച്ചിട്ടല്ല പോയത്. സത്യം പറഞ്ഞാൽ അത്രയും വലിയ പ്രതീക്ഷയോട് കൂടിയല്ല പോയത്. കാരണം മുമ്പുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇനിയിപ്പോൾ ചളി കോമഡി ആയിരിക്കുമോ അങ്ങനെയുള്ള വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിലിം അത്ര മോശം പറയാനില്ല, നല്ല ഫിലിം തന്നെയാണ്, ഫാമിലി എൻ്റർടൈനറാണ്. അപ്പോൾ ഈ ഫിലിം സംവിധാനം ചെയ്തത് വിനീത് കുമാറാണ്, നമ്മുടെ കണ്ണൂരുള്ള വിനീത് കുമാർ. പ്രൊഡ്യൂസർ ദിലീപ് ഏട്ടൻ തന്നെയാണ്. അപ്പോൾ ഫിലിമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫസ്റ്റ് കണ്ടു തുടങ്ങിയപാട് നമുക്ക് കല്യാണരാമൻ ഓർമ്മ വരും. കല്യാണരാമനിൽ ചെരവ് ഇങ്ങനെ തൂക്കിയിട്ട് വരുന്നൊരു സീനില്ലേ, അത് ഓർമ്മ വരും. ഇത് ഇവിടെ ചെരവക്ക് പകരം പട്ടിയാണ്, അതായത് അവൻ്റെ പെറ്റ് ഡോഗ് പട്ടിയെ തൂക്കിയിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ദിലീപേട്ടൻ എന്ന് പറയുന്നത് ഈ ഫിലിമിലെ കേന്ദ്ര കഥാപാത്രമായ കർക്കശക്കാരനായ ഒരു കെയർ ടേക്കറാണ്. അപ്പോൾ ഈ ഫിലിമിൽ ഒരുപാട് കോമഡി സീൻസും പ്രണയവും ഇമോഷൻസും എല്ലാം ഉണ്ട്. കോമഡി സീൻസിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ആദ്യം പെട്ടെന്ന് അങ്ങനെ ചിരിയൊന്നും വന്നിട്ടില്ല. അതായത് നമുക്ക് തോന്നുമല്ലോ ഇപ്പോഴത്തെ പിള്ളേർക്ക് എങ്ങനെയാ അത് കണ്ട ചളി ഇങ്ങനെ നമ്മളിതിൻ്റെ മുഖത്തോട് മുഖം നോക്കിപ്പോവും. അങ്ങനത്തെ ചില സീൻസ് ഉണ്ട്. പക്ഷെ എന്നാലും മൂവിനെ കുറ്റം പറയാൻ പറ്റില്ല, നല്ല ഫിലിം തന്നെയാണ്. ചില സീൻ മാത്രം, അതായത് ചില കോമഡികൾ നമ്മൾ മുമ്പേ നമുക്കത് പ്രഡിക്റ്റബിൾ ആയിരിക്കും. സാധാരണയായിട്ട് എപ്പോൾ ഉണ്ടാകുന്ന കുറേ സീൻസ് ഉണ്ടല്ലോ, വാതിൻ്റെ ഇടയിൽ കൈ വെച്ചിട്ട് കൈ ഇറങ്ങിയിട്ട് കരയുക, പിന്നെ നമ്മളിങ്ങനെ ഉരുണ്ടടിച്ച് വീണിട്ട് അതൊരു കോമഡി ആക്കുക, അങ്ങനെ ചില സീൻസ് ഉണ്ട് ഇതിൽ. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത് ചളിയാന്നല്ല ഫസ്റ്റ് തോന്നിപ്പോവും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കാണുമ്പോൾ ചില ഫിലിമുകളായിട്ട് കണക്റ്റ് ആകുന്നത് പോലെ തോന്നി. അതായത് ബോഡി ഗാർഡ്, അങ്ങനെയൊക്കെ ചില സിനിമകളായിട്ട് കണക്റ്റ് ആകുന്നത്. കാരണം ദിലീപേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തു വെച്ചാൽ നമ്മൾ പണ്ട് മുതലേ കാണുന്നുണ്ടല്ലോ. CID മൂസ, കല്യാണരാമൻ, തിളക്കം, അങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മൾ ഇരുന്ന് ഇപ്പോൾ ടി വി ഉണ്ടായാലും നമ്മൾ കാണും, ഞാൻ കാണും. അപ്പോൾ അതൊക്കെ കണ്ടു വെച്ചിട്ട് നമ്മൾ ഇത് കാണുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ആയിരിക്കും, അതങ്ങനെ ആയിരിക്കും നമുക്കൊരു തോന്നലുണ്ടാവും. അതുപോലെ തന്നെ ഏകദേശം ഞാൻ അത് അങ്ങനെ ആയിരിക്കും വിചാരിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലൊരു സീൻ ഉണ്ടായിട്ടുണ്ട്, ഒരു മരപ്പട്ടി വരുന്ന സീന്. അത് ശരിക്കും അടിപൊളിയായിട്ട് ചെയ്തു. 3 തിയേറ്റർ എക്സ്പീരിയൻസ് അത് ശരിക്കും അടിപൊളിയായിരുന്നു. അത് ശരിക്കും മരപ്പട്ടിയല്ല, പക്ഷേ എന്നാലും അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചിരിപ്പിക്കാനായിട്ട് ചെയ്യുന്ന പോലത്തെ ചില കോമഡികൾ ഉണ്ടായിരുന്നു. കിച്ചൺ എന്നൊരു കോമഡി ഉണ്ടായിരുന്നു. മഞ്ഞപ്പൊടി വീഴുക, നമ്മളിങ്ങനെ അടി ചെയ്തിട്ട് ആ മരപ്പട്ടിനെ ഓടിക്കാൻ വേണ്ടി അടി ചെയ്തിട്ട് മഞ്ഞപ്പൊടി വീഴുക, മുളക് പൊടി വീഴുക, ലാസ്റ്റ് കേക്ക് ഉണ്ടാവും, കേക്കിൻ്റെ മുകളിൽ കയറിയിരിക്കുക. നമ്മളങ്ങനെ അപ്പം എനിക്ക് നമ്മളെ പറക്കും തളിക്ക് ഓർമ്മ വന്നു, ഈ പറക്കും തളിക്ക് ഓർമ്മ വന്നു. അങ്ങനെ ചില സിനിമകളുമായിട്ട് ഈ സിനിമ കണക്റ്റ് ആകുന്നത് പോലെ തോന്നി. പക്ഷെ നമ്മൾ സെക്കൻഡ് ഹാഫ് നോക്കുമ്പോൾ, കാരണം നമുക്ക് ഇമോഷണലി നല്ലോണം കണക്റ്റ് ആവും. കാരണം ആരും ഇല്ല, അപ്പം നമുക്കൊരാൾ വേണമെന്ന് തോന്നൂലേ, അങ്ങനെ വേണം, ഒരു കൂട്ട്. അതായത് പ്രണയമായിട്ട് മാത്രമല്ല, നമുക്ക് ഒരാൾ ആവശ്യമുണ്ടല്ലോ എന്തും തുറന്നു പറയാൻ. അങ്ങനെ ഒരാൾ ഇല്ലാത്തതിൻ്റെ ഒരു ഇമോഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണക്റ്റ് ആകും, നല്ലോണം ഇമോഷൻ ആവും. സെക്കൻഡ് ഹാഫിൽ നല്ലോണം നമുക്ക് ഒരു ഇമോഷണലി ടച്ച് വന്നിട്ടുണ്ടായിരുന്നു ആ മൂവിയിൽ. പക്ഷേ ഓവറോൾ വെച്ച് നോക്കുമ്പോൾ ഇതിനു മുമ്പ് ദിലീപായിട്ട് ചെയ്തു വെച്ചതിനും, അതായത് പണ്ടത്തെ അല്ല, ഇപ്പോൾ തൊട്ടടുത്ത് ചെയ്തു വെച്ച ആ ഫിലിമൊക്കെ നോക്കുമ്പോൾ ഇത് അടിപൊളി തന്നെയാണ്, കണ്ടിരിക്കുക. ഫാമിലി എൻ്റർടൈനറാണ്. കുറേ ആൾക്കാരിൽ ഇരുന്നും കടന്നു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ പോയാൽ പറയും അയ്യോ ചളി, അങ്ങനെ പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് എങ്ങനെ നമ്മൾ ആവേശം പോലത്തെ അങ്ങനത്തെ ഫിലിമാണ്, രംഗണ്ണൻ, അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഫിലിമാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക. പക്ഷെ ഇത് നല്ലൊരു ഫീൽ ഗുഡ് മൂവി, ഫാമിലി എൻ്റർടൈനർ ആണ്. ചില കോമഡികൾ മാത്രം നമുക്ക് ഇതങ്ങനെ ആയിരിക്കും. കാരണം എൻ്റെ വട്ടി പോവെന്ന് പറഞ്ഞിട്ടൊരു സീനുണ്ട്, എല്ലാ സിനിമയിലും ഉണ്ടാവില്ലേ ഏകദേശം. പട്ടി പോവെന്ന് പറഞ്ഞിട്ടുണ്ടാവും, കോളിംഗ് ബെല്ല് അടിച്ചിട്ട് മുമ്പിൽ പോയി നിൽക്കുന്ന അങ്ങനത്തെ ചില സീൻസ് ഇല്ലേ, അങ്ങനെ. പിന്നെ ഫിലിമിൽ 5 നായികമാരുണ്ട്. ഈ 2-3 പേരൊക്കെ എന്തിനാന്ന് എനിക്കറിയില്ല. മനസ്സിലായി, നമ്മളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും കുറച്ച് കൺഫ്യൂസ് ആയിട്ടുണ്ട്.
കുറച്ച് പക്ഷെ ഞാൻ വിചാരിച്ച ആൾ തന്നെ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് ചെയ്തത്. കാരണം ബോഡി ഗാർഡ് എന്തായാലും നിനക്കറിയില്ലേ, ഏകദേശം ബോഡി ഗാർഡിൻ്റെ ആ ഒരു ചെറിയൊരു ടച്ച് ഉണ്ട്. പക്ഷെ എന്തായാലും ഫിലിം അടിപൊളി തന്നെയാണ്. നമ്മളെ ലവ് ലെറ്റർ ചെയ്തിട്ടും അങ്ങനെ അടിപൊളി തന്നെയാണ്. ഇത് ശരിക്കും ഫാമിലി എൻ്റർടൈനറാണ്. അതായത് ഇപ്പോൾ ഈ ഹോളിഡേയ്സിൽ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ, പിള്ളേർക്കും എല്ലാവർക്കും ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു മൂവിയാണ് പവി കെയർടേക്കർ എന്ന് പറഞ്ഞ മൂവി. എനിക്ക് നഷ്ടമൊന്നും തോന്നുന്നില്ല. നല്ല ഫിലിം തന്നെയാണ്. ഫിലിം നല്ല തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ലാസ്റ്റ് ഔട്ടാകുമ്പോൾ ഓക്കെ. പക്ഷെ ഫസ്റ്റ് ചില ചളികൾ വെച്ചാൽ, ചളികൾ എന്ന് പറയാൻ പറ്റില്ല, ചില കോമഡികളിൽ നമുക്ക് മനസ്സിലാവുമല്ലോ അതങ്ങനെ തന്നെ ആയിരിക്കും, അയ്യോ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും. ദിലീപ് ഏട്ടന് ഏകദേശം സിനിമ നമ്മൾ പണ്ട് മുതലേ ദിലീപ് ഏട്ടൻ്റെ സിനിമ കാണുന്നില്ലേ. അപ്പോൾ ദിലീപ് ഏട്ടൻ്റെ സിനിമ എങ്ങനെയായിരിക്കും നമുക്കറിയാം. കാരണം കണ്ട സിനിമ തന്നെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ആ ഒരു ടൈം നമുക്ക് ഫോണോ, ഇപ്പോഴത്തെ പിള്ളേർക്കല്ലേ ഫോൺ. ആ ടൈമിൽ നമ്മൾ വെറും ടി വിൻ്റെ മുമ്പിലാണ്. ടി വിയിൽ എത്ര വന്നാലും അത് തന്നെ വെച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു പരിപാടിയല്ലേ. അപ്പം നമുക്ക് ആ ഒരു ദിലീപേട്ടൻ്റെ പണ്ടത്തെ സിനിമയെല്ലാം എങ്ങനെയാണ്, അതിൽ ഓരോ കോമഡിയും നമുക്ക് മനസ്സിലാവും, അറിയും. പിന്നെ അത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കത്തും, ഇത് ആ സിനിമയിലുണ്ടല്ലോ, ഇത് അതുപോലെ ഉണ്ടല്ലോ നമുക്ക് തോന്നിപ്പോവും. പക്ഷെ എന്നാലും മൂവിനെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല, നല്ല ഫിലിം തന്നെയാണ്. അതിൻ്റെ മേക്കിംഗ് ആയാലും ചില സീൻസൊക്കെ അടിപൊളിയാണ്, ചില ഇമോഷൻസ് പിന്നെ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കും ലാസ്റ്റ്. പിന്നെ അതുപോലെ അതിൻ്റെ അകത്ത് വെണ്ണീല ആ ഒരു പട്ടുചന്ദ്രിക അത് നല്ല അടിപൊളിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല അടിപൊളിയാണ്. ദിലീപേട്ടൻ ഒറ്റക്കാണ് അതിലുള്ള, എന്നാലും അടിപൊളിയാണ്. അങ്ങനെ ചില സീൻസ് ദിലീപേട്ടൻ ശരിക്കും എല്ലാവരും സഹായിക്കാൻ വേണ്ടി പോയിട്ട് ചില പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാവൂലേ, അങ്ങനത്തെ ഒരു ഇതാണ്. അതായത് നമ്മളിപ്പം നമ്മൾ ഉത്തരവാദിത്തം നമ്മൾ ചെയ്യാൻ പോയിട്ട് അത് വേറെ ഒരാൾക്ക് തലവേദന ആവൂലേ, ആ ഒരിത്. പിന്നെ ബാക്കിയുള്ളവരെ വായിന്ന് കേൾക്കുക, അങ്ങനത്തെ ഒരു ഇതാണ് ക്യാരക്ടർ. പക്ഷെ എന്നാലും അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഇമോഷണലി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കണക്റ്റ് ആവും, അയ്യോ അങ്ങനെ കണക്റ്റ് ആവും. ഫസ്റ്റാണ് ആ ഒരു നമുക്ക് മനസ്സിലാവുന്ന ആ ഒരു കോമഡികൾ. അപ്പം ഇനി എനിക്കിനി വേറെ കൂടുതലൊന്നും പറയാനില്ല. കാരണം നിങ്ങൾ ഫിലിം കണ്ടു നോക്കൂ, നല്ല ഫിലിം തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടാന്നല്ല, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. പേഴ്സണലി ഞാൻ പറയുന്നത് എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ദിലീപേട്ടൻ്റെ ഒരുപാട് സിനിമകൾ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇഷ്ടപ്പെട്ടത്. അപ്പം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. കാരണം തിയേറ്ററിൽ നിന്ന് കാണുന്നത് കുറച്ചും കൂടി ബെറ്റർ. ഞാൻ തന്നെ ഇപ്പോൾ ഫോണിലധികം ഫിലിം കാണാറില്ല. തിയേറ്ററിൽ പോയിട്ട് കാണുമ്പോൾ നമുക്കത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും അങ്ങനെ കാണുന്നത് നല്ലത്. മാക്സിമം നോക്ക്, അല്ലെങ്കിൽ OTT ഇറങ്ങുമ്പോൾ കണ്ടാൽ മതി. ഓക്കെ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നത് പ്ലീസ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ബൈ.